ഹായ് ടീച്ചേഴ്സ്, വെൽക്കം ടു ഫസ്റ്റ് പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രസൻറ്റേഷനാണ്. ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ആവശ്യം വരുമ്പോൾ എപ്പോഴും ക്യാൻവ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് മൊബൈലിലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ ഒരുപാട് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ആ ടെംപ്ലേറ്റിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം മുതലേ ഓരോ സ്ലൈഡ് ആഡ് ചെയ്ത് അതിൽ ഓരോ ഗ്രാഫിക്സ്, ടെക്സ്റ്റ്, വീഡിയോസ്, ഇമേജസ് ഒക്കെ ഓരോന്നായി ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ക്യാൻവയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇത് ക്യാൻവയുടെ ഹോം സ്ക്രീനാണ്. ഇത് ഫ്രീ വെർഷനാണ്. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വീഡിയോസ്, സോഷ്യൽ മീഡിയ, പ്രിൻ്റ്, വെബ്സൈറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റേഷനാണ്. അപ്പോൾ പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ. ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു വൈറ്റ് ബോക്സാണ് സ്ലൈഡ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിസൈൻ മെനു കാണാം. ഡിസൈൻ മെനു ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് കാണുന്നത്. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണാം. ടെംപ്ലേറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാൻവയിൽ തന്നെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഡിസൈനുകളാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുതൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഈ സൈഡിൽ കാണുന്ന ഓരോ ഓപ്ഷൻസും ഞാൻ പരിചയപ്പെടുത്താം. അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ കണ്ടു. പിന്നെ എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഗ്രാഫിക്സ് വേണം, അല്ലെങ്കിൽ ഫോട്ടോസ് വേണം, വീഡിയോസ് ആവാം. അതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻറ്റ്സ് മെനുവിൽ വരിക. എന്നിട്ട് ഇവിടെ സെർച്ചിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബാക്ടീരിയൻ്റെ ഐക്കണാണ് ആഡ് ചെയ്യേണ്ടതെന്നെങ്കിൽ ബാക്ടീരിയ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ വീഡിയോസ് കാണാം, ഫോട്ടോസ് കാണാം, ഗ്രാഫിക്സ് കാണാം. ഞാൻ ഗ്രാഫിക്സിൽ സി ഓളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ടീരിയയുടെ ഒരുപാട് കാർട്ടൂണുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കിരീടത്തിൻ്റെ ഐക്കൺ കാണുന്ന ഈ പ്രോ എന്ന് എഴുതിയിട്ടുള്ള ഐക്കൺസ് എല്ലാം പെയ്ഡ് വെർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രസൻറ്റേഷനിൽ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മുകളിൽ ക്യാൻവ എന്നിട്ടുള്ള വാട്ടർമാർക്ക് കാണും. നമ്മൾ പൈസ കൊടുത്ത് ലൈസൻസ് ഉപയോഗിക്കുമ്പോഴേ അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് പുറത്തേക്ക് വിട്ടാൽ മതി. പുറത്തേക്ക് വിട്ടാലും അത് ഡിലീറ്റ് ആവും. പ്രോ സിമ്പിൾ ഇല്ലാത്ത ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അതെല്ലാം ഫ്രീ ആണ്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇത് ഞാൻ സെലക്ട് ചെയ്താൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ഐക്കൺ നമ്മുടെ സ്ലൈഡിലേക്ക് ആഡ് ആവും. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കാണുന്നത് എന്തൊക്കെ നോക്കാം. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സിൻ്റെ 4 കോർണറിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. താഴെ ഒരു ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ മൗസ് നീക്കുകയാണെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടണാണ് മുകളിലുള്ളത്. പിന്നെ ഇവിടെ നടുവിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. ഇപ്പോൾ ഇത് ഒരു കോപ്പിയും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് സൈഡിലേക്ക് ആക്കാം. ഇപ്പോൾ ഇവിടെ കമൻറ്റ് ഇത് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞാനിവിടെ കമൻറ്റ് ചെയ്തെന്നൊക്കെ കാണാം. ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യാണ്. വെഹിക്കിൾസ് സെർച്ച് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രാഫിക്സ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് സ്ലൈഡിലേക്ക് ആഡ് ആവും. എവിടെയാണോ അത് വെക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. ഈ ബട്ടണാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്കും താഴത്തേക്കും തിരിച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്യാം. ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് റീഡു ആൻഡ് അൺഡു. അതായത് ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എനിക്കത് തിരിച്ച് ബാക്കോട്ട് തന്നെ ആക്കണം. ഞാൻ ചെയ്ത പ്രവൃത്തി ബാക്കോട്ടേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലൊരു ബട്ടൺ കാണാം, അൺഡു എന്ന് പറയാം. അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+Z ആണ്. അത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ബാക്കോട്ട് പോയി. ഇനിയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെയും ബാക്കോട്ട് പോകും. നമ്മൾ ഡിലീറ്റ് ചെയ്ത കാറിൻ്റെ ഐക്കൺ അവിടെ വന്നു. ഇനിയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ നമുക്ക് കുറേ ബാക്കോട്ട് ഇങ്ങനെ പോവാം. അതേപോലെ തന്നെ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ മുമ്പോട്ടും പോവാം. അതിനെ റീഡു എന്ന് പറയും. അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+Shift+Z ആണ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസാണ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോട്ടോസ് കാണാം. ഞാനൊരു എക്സാമ്പിൾ ആഡ് ചെയ്യാണ്. ട്രീയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് വന്നു. ഞാനിത് സെലക്ട് ചെയ്യാണ്. ഇതിവിടെ താഴേക്ക് ആഡ് ചെയ്തു. ഇതൊരു പെയ്ഡ് ഐക്കണാണ്. അതുകൊണ്ടാണ് ക്യാൻവ എന്നുള്ള വാട്ടർമാർക്ക് മുകളിലുള്ളത്. അത് ഞാൻ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് ഡിലീറ്റായി.
ഇനി ഇത് ഫ്രീ ആണ്, ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ അത് ഫ്രീ ആണ്, അതെനിക്ക് എൻ്റെ സ്ലൈഡിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു ഫോട്ടോ ആണ്, ഇതൊരു ഫോട്ടോ ആണ്, ഫോട്ടോയും അതേപോലെ തന്നെയാണ്. ഇനി ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ. സെലക്ട് ചെയ്യുക, ഇവിടെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ എനിക്ക് ഈ ഫോട്ടോനെ ഇങ്ങനെ കട്ട് ചെയ്യാം, സൈഡ് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. മരം വരുന്ന ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിനെ ക്രോപ്പിംഗ് എന്ന് പറയും. അതേപോലെ വീഡിയോസ് ആഡ് ചെയ്യാം. വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് വീഡിയോസ് കാണാം. അതേപോലെ ഷേപ്പുകൾ, പെട്ടെന്നൊരു ബോക്സ് ആഡ് ചെയ്യണം, റെക്റ്റാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്യാം. ഓളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ സുഖമാണ്, എല്ലാം ചേഞ്ച് ചെയ്യേണ്ടതില്ല. ഇവിടെ തന്നെ കാണാം ഷേപ്പ്, ഫ്രെയിംസ്, ഗ്രാഫിക്സ്, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇവിടെ കാണാം. ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി. ഏതാണോ വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ഓളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ ലിസ്റ്റ് നമുക്ക് കാണാം. എന്നിട്ട് അതിന് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്ലൈഡിലേക്ക് ഇടാം. അപ്പോൾ ഇതുവരെ എങ്ങനെ ഗ്രാഫിക്സ് ആഡ് ചെയ്യണം, ഫോട്ടോസ് ആഡ് ചെയ്യണം, വീഡിയോസ് ആഡ് ചെയ്യണം, ഷേപ്പുകൾ ആഡ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു. ഈ ഒരു മെനു ക്ലോസ് ചെയ്യാൻ ഇവിടെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആവും. അതേപോലെ തന്നെ നമ്മൾ മൗസ് ഈ ഓരോ മെനുവിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവച്ചാൽ തന്നെ അത് ഓപ്പൺ ആയിട്ട് അതിലെന്താണ് ഉള്ളത് എന്ന് നമുക്ക് കാണാനും പറ്റുന്നതാണ്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ജസ്റ്റ് മൗസ് അവിടെ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഇവിടെ കാണാം ടെക്സ്റ്റിൻ്റെ മുകളിൽ നമ്മൾ കൊണ്ടുവച്ചപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കാണാം. എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷേപ്സിൽ ഓൾ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്രസൻറ്റേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പുകളൊക്കെ ആഡ് ചെയ്യാം. അതായത് സർക്കിള്, റെക്റ്റാങ്കിള്, അതേപോലെ തന്നെ സ്റ്റാർ, ആരോ ഒക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ഒരു ഷേപ്പിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതേപോലെ മുകളിൽ പോയിട്ട് ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് കളറുകൾ കാണാം. ഇനി കളർ നിങ്ങളിവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യാം. അതിന് ആദ്യം ഇവിടെ ഒരു സ്ലൈഡർ നമുക്ക് കാണാം. ഈ സ്ലൈഡറിൽ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പർപ്പിൾ കളറാണ് വേണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ പർപ്പിൾ കളർ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബോക്സിൽ ഡാർക്ക് പർപ്പിളാണോ, ലൈറ്റ് പർപ്പിളാണോ, ഗ്രേയിഷ് പർപ്പിളാണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അതിനനുസരിച്ച് കളർ സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് കളർ സെലക്ട് ചെയ്യുന്നത് ഷേപ്പുകളിൽ. അതേപോലെ തന്നെയാണ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്താലും. ടെക്സ്റ്റിലേക്ക് നമുക്ക് വരാം. ഒരു ഫോട്ടോയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ഇങ്ങനെ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട്. അതേപോലെ നമ്മളൊരു ഷേപ്പിൽ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്കെയിലാണ് ചേഞ്ച് ചെയ്യുക, അത് കട്ടല്ല ആവുക. ഓക്കെ, ഇവിടെ കാണാം ലൈൻസ്, ആരോസ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഒരു ആരോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരോ ആഡ് ചെയ്യുക. ആരോയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈൻ തിക്നെസ് ഉണ്ട്. ലൈൻ വെയിറ്റ് കൂട്ടിയാൽ ആരോൻ്റെ സൈസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ആരോൻ്റെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ആരോൻ്റെ സ്റ്റൈല് ഇവിടെ കണ്ടോ, അറ്റത്ത് സർക്കിളാണോ സ്ക്വയർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ മാറ്റാം. ഇനി എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാണാം. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഞാനിവിടെ പ്ലേ ടൈം എന്ന് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ടെക്സ്റ്റ് ഓൾറെഡി ആഡായി. ഇതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടൈപ്പ് ചെയ്യാം എന്താണ് വേണ്ടതെന്നുള്ളത്. ക്ലാസ് റൂം എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് വലിച്ചാൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ പെട്ടെന്നൊരു ഹെഡിങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് ആഡ് ചെയ്തു. ഹെഡിങ് മുകളിലോ അല്ലെങ്കിൽ ഇവിടെ സൈഡിലോ ആഡ് ചെയ്തതിന് ശേഷം സബ് ഹെഡിങ് ആഡ് ചെയ്യണമെങ്കിൽ സബ് ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. സബ് ഹെഡിങ് ഇവിടെ കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബോക്സിൽ ടെക്സ്റ്റ് നടുക്കാണ് വരുന്നത്. ഇത് ഈ സൈഡിലേക്കോ ആക്കണമെങ്കിൽ ഇവിടെ അലൈൻ ഓപ്ഷൻ ഉണ്ട്, അലൈൻമെൻറ്റ്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഇടതുഭാഗത്തേക്കായി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് ജസ്റ്റിഫൈഡ് ആയി. അതായത് ഒരുപാട് ടെക്സ്റ്റ് വരുമ്പോൾ കണ്ടോ, ഞാൻ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായി. കണ്ടോ, മൊത്തം ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെല്ലാം നടുക്കായി. ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്കായി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റിഫൈഡായി. ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൽ ഫുള്ളായിട്ട് ടെക്സ്റ്റിനെ യൂണിഫോം ആയിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ഒരു സ്ലൈഡിൽ കണ്ടൻറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ ചെറിയ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ഇനി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഫോണ്ട് സൈസ് കാണാം. ഇവിടെ മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി.
അതേപോലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത സൈസ് കൂട്ടുകയും ചെയ്യാം. എപ്പോഴും ഒരു ഗ്രാഫിക്സോ ടെക്സ്റ്റോ ഇമേജ് എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സെറ്റിങ്സും മുകളിൽ കാണാം. അതാണ് ഈ ക്യാൻവൻ്റെ ഒരു പ്രത്യേകത. വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ. ഇനി ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ 2 ലൈന് ടൈപ്പ് ചെയ്യാണ്. ടോം ഈസ് എ ഗുഡ് ബോയ്, ഹീ നോസ് ഹൗ ടു പ്ലേ ഫുട്ബോൾ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ആഡ് ചെയ്യാണ്. ഞാൻ ലെഫ്റ്റ് അലൈൻഡ് കൊടുക്കുകയാണ്. ലെഫ്റ്റ് അലൈൻഡ് ആകുമ്പോൾ അത് നല്ല രീതിയിൽ ടെക്സ്റ്റ് വന്നോളും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മൂവ് ചെയ്താൽ മതി. ഈ ഒരു ബോക്സ് ഇങ്ങനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആക്കിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളും. ഞാനൊരു ഉദാഹരണം കാണിച്ചതാണ്. ഇനി ഇതിൽ 2 ലൈനായല്ലോ. ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലെറ്റർ സ്പേസിംഗ് ഉണ്ട്, ലൈൻ സ്പേസിംഗ് ഉണ്ട്. ലൈൻ സ്പേസിംഗ് ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും നീക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ലൈനുകൾക്ക് ഇടയിലുള്ള അകലം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് അകലം പാടില്ല, അതോടൊപ്പം തന്നെ ഒരുപാട് അടുത്താവാനും പാടില്ല. അതേപോലെ തന്നെ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് വലത്തോട്ടും ഇടത്തോട്ടും നീക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പേസും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസിയാണ്. ഇനി ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അത് ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡിസൈനുകൾ ചെയ്യുന്നവർക്ക് അവരുടെ ബ്രാൻഡുമായി ബന്ധപ്പെട്ട ലോഗോസ്, കളർ പാലറ്റ്, ബാക്കിയുള്ള ഐക്കൺസൊക്കെ സേവ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഇനി പ്രസൻറ്റേഷനിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഗൂഗിളിൽ പോയിട്ട് മംഗ്ലീഷ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. മംഗ്ലീഷ് ആപ്പ്. അപ്പോൾ വരുന്ന ഫസ്റ്റ് വെബ്സൈറ്റാണ് manglish.app. ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് മലയാളം ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ മംഗ്ലീഷ് ആയിട്ട് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ ഈ ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ മലയാളം ആക്കി മാറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മലയാളം കോപ്പി ചെയ്ത് ക്യാൻവയിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഞാനൊരു ഉദാഹരണത്തിന് ടൈപ്പ് ചെയ്യാണ്. പ്രകൃതി. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ ഇങ്ങനെ സജഷൻസ് ആയിട്ട് വരും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കറക്റ്റ് അക്ഷരങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. പ്രകൃതി സംരക്ഷണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ടൈപ്പ് ചെയ്യുക. ഞാനിത് മാത്രം കോപ്പി ചെയ്ത് കാണിക്കാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ക്യാൻവയിലേക്ക് പോവുക. ടെക്സ്റ്റ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആ മലയാളം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബോക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റും ഇവിടെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് അത് മലയാളം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു, ഇവിടെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഇനി അപ്ലോഡ്സ് കാണാം. അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനത് സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഇവിടെ നമുക്ക് കാണാം അത് ലോഡായി. അത് വന്ന ഉടനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ സ്ലൈഡിലേക്ക് ആ ഫോട്ടോ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോഴും നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫയൽസ് എല്ലാം അപ്ലോഡ്സിലാണ് ഉണ്ടാവുക. അതേപോലെ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോ വരയ്ക്കാനുള്ളതാണ്. എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്ലൈഡിൽ വരയ്ക്കാറില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ പ്രസൻറ്റേഷൻ ലൈവായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾസ് ഉപയോഗിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ആരോ ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അനോട്ടേഷൻ ടൂൾസാണ് ഇത്. ഇനി ഞാൻ ഈ അൺഡു ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് വരച്ച ലൈനുകളൊക്കെ ബാക്കോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി. ഓക്കെ. ഇനി പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊജക്ട്സിൽ പോവുക, ഫോൾഡർ ഉണ്ടാക്കുക, എന്നിട്ട് ഫോൾഡറിൻ്റെ ഉള്ളിലൊക്കെ സേവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത്. എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, പിന്നെ അപ്ലോഡ്സ്, പിന്നെ ഡിസൈൻസ്. ഇനി നമുക്ക് ടെംപ്ലേറ്റ്സിലേക്ക് വരാം. ഞാൻ ഇതുവരെ പറയാത്തൊരു സംഭവമാണ് ഡിസൈൻ. ഇവിടെ പോയാൽ നമുക്ക് ടെംപ്ലേറ്റ്സ് കാണാം. ക്യാൻവയിൽ ഓൾറെഡി ഒരുപാട് ഡിസൈനുകളുണ്ട്. അത് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സിലേക്ക് വരാം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എലമെൻറ്റ്സിലേക്ക് പോയിട്ട് ഞാൻ കുറച്ച് ഗ്രാഫിക്സ് ആഡ് ചെയ്യാണ്. ഡൈജസ്റ്റീവ്
സിസ്റ്റം എന്ന് സെർച്ച് ചെയ്തു. ഗ്രാഫിക്സ് കുറേ കാണുന്നുണ്ട്. സി ഓൾ ക്ലിക്ക് ചെയ്തു. ഫ്രീ ആയിട്ടുള്ള ഒരു സാമ്പിൾ ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഫുഡ് സെർച്ച് ചെയ്യാണ്. ഫുഡ് ഇവിടെ ഓളിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ബാക്കി എല്ലാ ഓപ്ഷൻസും ഇവിടെ സെപ്പറേറ്റ് കാണാം. ഗ്രാഫിക്സ് ആണെങ്കിൽ ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ ഗ്രാഫിക്സ് മാത്രം കാണാം. ഫുഡ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു, ഗ്രാഫിക്സ് കണ്ടു. ഇനി സി ഓളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും ഗ്രാഫിക്സ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ബർഗർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിവിടെ സ്കെയിൽ ഡൗൺ ചെയ്തു, സൈസ് കുറച്ചു. ആദ്യം ആഡ് ചെയ്ത കാർട്ടൂൺ ഇതാണ്, പിന്നെ ആഡ് ചെയ്ത് ഇതാണ്. അപ്പോൾ ഞാനിത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ബർഗർ ആക്ച്വലി ഇതിൻ്റെ മുകളിലാണ്. ഈ ഒരു കാർട്ടൂണിൻ്റെ പിന്നിൽ എനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ചെടിയുടെ ഡ്രോയിങ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അത് ആഡ് ചെയ്തപ്പോൾ ബാക്കിയുള്ള 2 ഡ്രോയിങ്ങിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെൻഡ് ടു ബാക്ക് കൊടുത്താൽ ഏറ്റവും പിന്നിലേക്ക് ആ ഒരു സെലക്ട് ചെയ്ത ഐക്കൺ പോവും. ബ്രിങ് ടു ഫ്രണ്ട് കൊടുത്താൽ ഏറ്റവും മുമ്പിലേക്ക് വരും. ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് ബർഗറിൻ്റെ പിന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയറിൽ പോവുക, സെൻഡ് ബാക്ക്വേഡ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോകും. എന്നിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ബാക്കോട്ട് പോകുന്നതാണ് സെൻഡ് ബാക്ക്വേഡ്. ഞാൻ സെൻഡ് ബാക്ക്വേഡ് കൊടുത്തു. കണ്ടോ, ബർഗറിൻ്റെയും ഈ ഹ്യൂമൻ ബോഡിൻ്റെയും നടുക്കായി ഈ ഒരു ചെടി. അതേപോലെ ഞാൻ ഇത് വീണ്ടും സെൻഡ് ബാക്ക്വേഡ് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ലെയർ, സെൻഡ് ബാക്ക്വേഡ് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെയും ബാക്കോട്ട് പോയി. കണ്ടോ, ഇനി അത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയറിൽ പോവുക, ബ്രിങ് ടു ഫ്രണ്ടിൽ കൊടുത്താൽ ഏറ്റവും മുമ്പിലേക്ക് വരും. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ബ്രിങ് ഫോർവേഡ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതാണ് ലേയേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാം. ഓക്കെ, ഫോർവേഡ്, ബാക്ക്വേഡ്, ടു ഫ്രണ്ട്, ടു ബാക്ക്. ഇനി അലൈൻ ടു പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ 3 സംഭവങ്ങൾ ആഡ് ചെയ്തു. ഇത് ഞാൻ സൈസ് കൂട്ടി. അപ്പോൾ ഇത് 3ഉം കൂടെ എനിക്ക് നടുക്ക് ഒരേ ലൈനിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മാനുവലി സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 3ഉം കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പൊസിഷനിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു മെനുവിൽ അലൈൻ എലമെൻറ്റ്സ് കാണാം. അലൈൻ എലമെൻറ്റ്സിൽ ടോപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ എല്ലാം മുകളിൽ ഒരു ലൈനിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. മിഡിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം നടുക്കാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ബോട്ടം ക്ലിക്ക് ചെയ്താൽ എല്ലാം താഴെയാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. വൃത്തിയായിട്ട് ഓരോരോ ഗ്രാഫിക്സ് അലൈൻ ചെയ്യാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടാകുമ്പോൾ ഒരു ലൈനിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് മുകളിലാണെന്ന് വിചാരിക്കാം. ഞാനിത് സൈസ് കുറച്ചു. ഇനി ഇത് 3ഉം കൂടെ ഒറ്റ ലൈനിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം അലൈനിൽ സെൻറ്റർ. ഇവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ ഒറ്റ ലൈനിൽ വന്നു. അതേപോലെ തന്നെ റൈറ്റിലും ക്ലിക്ക് ചെയ്യാം. ക്ലീനായിട്ട് വൃത്തിയായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പൊസിഷനിൽ അറേഞ്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലേയേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ലേയേഴ്സിൽ പോയാൽ എല്ലാ ഗ്രാഫിക്സും ടെക്സ്റ്റും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണാം. ഇനി അതിൻ്റെ ഓർഡർ നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടും മുകളിലോട്ടും നീക്കിയാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിത് 3ഉം ഒരുമിച്ച് വെച്ചു. ഇപ്പോൾ ചെടി നടുക്കാണുള്ളത്. ചെടി മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. കണ്ടോ, ഇനി ഈ ഒരു ഹ്യൂമൻ ബോഡി ഇല്ലുസ്ട്രേഷൻ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് ഇത് ആവശ്യം വരിക. അതേപോലെ നമ്മൾ ആഡ് ചെയ്ത ചില ഡ്രോയിങ്ങിൻ്റെ കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. എല്ലാ ഡ്രോയിങ്ങിനും ആ ഒരു ഓപ്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ഡ്രോയിങ്ങിന് ആ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ബർഗർ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ കളേഴ്സൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഹ്യൂമൻ ബോഡി സെലക്ട് ചെയ്തപ്പോൾ എല്ലാ കളേഴ്സും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹ്യൂമൻ ബോഡി ഇവിടെ ഒരു ബ്ലൂയിഷ് കളറാണ്. അത് എനിക്കൊരു ഗ്രീനിഷ് കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എനിക്ക് വേണ്ട കളർ ഇവിടെ സെലക്ട് ചെയ്ത് ലൈറ്റാക്കി. കണ്ടോ, എനിക്കിപ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കളറും ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ കണ്ടോ, കളർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ലേയേഴ്സും അലൈൻമെൻറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ അപ്ലോഡ്സിൽ പോയാൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫയൽസും അപ്ലോഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മൊബൈലിലുള്ള ഒരു ഫോട്ടോ, വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രസൻറ്റേഷനിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചെന്നൊരു ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രസൻറ്റേഷനിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മൊബൈലിൽ ക്യാൻവ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ കാണാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസൻറ്റേഷൻ ഇപ്പോൾ ആപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത പ്രസൻറ്റേഷൻ ലോഡായി വരുന്നുണ്ട്. കണ്ടോ, 3 ഐക്കൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ ഞാൻ ഒരുപാട് ഐക്കൺസ് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വലത്തോട്ടും ഇടത്തോട്ടും എനിക്ക് മൂവ് ചെയ്യാം.
നമ്മളിപ്പോൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൊബൈൽ ഫോണിൽ ആപ്പിലും ട്രൈ ചെയ്യുക. ഐക്കൺസും ടെക്സ്റ്റും ഒക്കെ മൊബൈലിലും ട്രൈ ചെയ്ത് നോക്കുക. ഡിസൈനിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കും, അതും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ സ്ലൈഡ് എങ്ങനെ ആഡ് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അതൊക്കെ ഇതിൽ ഈസിയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു മൊബൈലിലുള്ള ഒരു ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ താഴെ അപ്ലോഡിൽ പോവുക, അപ്ലോഡിൽ ക്ലിക്ക് ചെയ്താൽ ഇനി കണ്ടോ അപ്ലോഡ് ഫയൽസ് ഓപ്പൺ ചെയ്താൽ മൊബൈലിലുള്ള എല്ലാ ഫയൽസും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു, കണ്ടോ അത് അപ്ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറിൽ അപ്ലോഡ്സ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇമേജ് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ്സിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റിഫ്രഷ് ആവും. അപ്പോൾ ഇവിടുന്ന് അപ്ലോഡായ ഫയൽ കമ്പ്യൂട്ടറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. നിങ്ങൾ വയർ കണക്ട് ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇമെയിലിലൂടെ അയച്ച് ഇമെയിലിന് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ആപ്പും കൂടെ യൂസ് ചെയ്തിട്ട് വർക്കിൻ്റെ പാർട്ടാക്കി മാറ്റുക. അപ്പോഴാണ് ശരിക്കുള്ള നമുക്ക് ക്രിയേറ്റിവിറ്റി പോസിബിൾ ആവുന്നത്. ഇനി ഞാൻ അപ്ലോഡ്സിൽ പോകുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിനി അത് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ആഡ് ചെയ്തൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്താൽ ചെറിയ എഡിറ്റിങ്സ് ഒക്കെ നമുക്ക് ഫോട്ടോയിൽ ചെയ്യാം. ഫിൽറ്റർ ആഡ് ചെയ്യാം, അതുപോലെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ കുറയ്ക്കാം, ബ്ലർ ആഡ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിൽറ്ററിൽ മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഫോട്ടോയിൽ ഫിൽറ്റർ നമ്മൾ ആഡ് ആവുന്നുണ്ട്. ചില എഫക്റ്റുകളൊക്കെ ഉണ്ട്, ഡ്രോപ്പ് ഷാഡോ കണ്ടോ. ഇപ്പോൾ ഈ ഫോട്ടോയ്ക്ക് കുറച്ച് ഷാഡോ വന്നിട്ടുണ്ട്. ഞാൻ ബാക്കോട്ട് പോവാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഈ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഭാഗം ബ്ലർ ചെയ്യാം. കണ്ടോ, അപ്പോൾ ആ ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലറായി. ഇനി ഇവിടെ ബാക്കോട്ട് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ബ്ലർ അവിടെ ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ബാക്കിയുള്ള എഫക്റ്റുകളൊക്കെ നിങ്ങൾ നോക്കുക. ഡുവോട്ടോണ് ക്ലിക്ക് ചെയ്താൽ കളർ മാറ്റാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫയലുകൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. PDF ആണ് മൊബൈലിൽ ഉള്ളത്, അതിലൊരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, PDF മൊബൈലിൽ ഓപ്പൺ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരുവിധ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ 3 വിരലുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വലിച്ചാൽ സ്ക്രീൻഷോട്ട് ആവാറുണ്ട്. അത് PDF ഓപ്പൺ ചെയ്തിട്ട് ഏത് പാർട്ടാണോ വേണ്ടത് അത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവമാണ് ഡിസൈനിലേക്ക് പോവുക. ഡിസൈനിൽ മെയിൻലി 3 കാര്യങ്ങളാണുള്ളത്: ടെംപ്ലേറ്റ്സ്, ലേഔട്ട്സ്, സ്റ്റൈൽസ്. ഞാൻ ഈ ഗ്രാഫിക്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്താൽ ക്യാൻവയിൽ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രസൻറ്റേഷൻസ് കാണാം. അതിലേതെങ്കിലും നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് സെർച്ച് ചെയ്യും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേഡ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബേഡ്സുമായി ബന്ധപ്പെട്ട പ്രസൻറ്റേഷൻ ഓൾറെഡി ഇതിൽ അവൈലബിൾ ആയിരിക്കാം. അങ്ങനെ നിങ്ങളെ ടോപ്പിക് എന്താണോ അത് സെർച്ച് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാം. അതിൽ നമുക്ക് വേണ്ടത് ആഡ് ചെയ്യാം, വേണ്ടാത്തത് റിമൂവ് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ക്ലാസിഫൈയിങ് ഓർഗാനിസംസ് അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒരുപാട് സ്ലൈഡ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എല്ലാ സ്ലൈഡ്സും എൻ്റെ പ്രസൻറ്റേഷനിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ഓൾ പേജസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക, നിങ്ങൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു 5 സ്ലൈഡ്, അതായത് ഒരു ഇൻട്രോ സ്ലൈഡ് 2, 3, 4, 3 സ്ലൈഡിൽ കണ്ടൻറ്റ്, 5ാമത്തെ സ്ലൈഡിൽ ജസ്റ്റ് താങ്ക് യു. ഓക്കെ, അത്ര മതി. ഇപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ ട്രാൻസിഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഞാനൊരു ജസ്റ്റ് പ്രസൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോകും. കണ്ടോ, നല്ല അടിപൊളി പ്രസൻറ്റേഷനാണ്. ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ്കേപ്പ് അടിച്ചാൽ, കീബോർഡിൽ എസ്കേപ്പ് അടിച്ചാൽ നമുക്ക് ബാക്ക് പോകാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത സ്ലൈഡ് റിമൂവ് ചെയ്യാം. കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ചെയ്താൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്രയും സ്ലൈഡ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ലൈഡിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെംപ്ലേറ്റ്സ് കഴിഞ്ഞ് ലേഔട്ടിലേക്ക് പോവുക. ലേഔട്ടിൽ പോകുമ്പോൾ കണ്ടോ ഈ ഒരു സ്ലൈഡിൻ്റെ വ്യത്യസ്തമായ ഡിസൈനുകൾ ഇവിടെ കാണാം. നമ്മൾ 2ാമത്തെ സ്ലൈഡ് പോയിട്ട് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാവുന്നതാണ്. സെയിം സ്ലൈഡാണ്, സെയിം കണ്ടൻറ്റാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. കണ്ടോ, അതുപോലെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ലേഔട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഡിസൈനുകൾ കാണാം.
ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഫോട്ടോസ് ഉണ്ട്, ഒരു ടൈറ്റിലും മാത്രമാണ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം കണ്ടോ, ഇവിടെ കൊളാജായിട്ട് കാണിക്കാം. അല്ലെങ്കിലും 4 ഡിഫറെൻറ്റ് ടൈറ്റിലുകളുണ്ട്, അതിവിടെ അജണ്ട ആയിട്ട് കാണിക്കാം. അതേപോലെ താങ്ക് യു സ്ലൈഡ്, ഗ്രാഫുകളുള്ള സ്ലൈഡുകൾ, അങ്ങനെ 2 ഇമേജുള്ള സ്ലൈഡ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ഉണ്ടാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഇത് സെലക്ട് ചെയ്തു, കണ്ടോ, ഇതിവിടെ ആഡായി. അപ്പോൾ എനിക്കിവിടെ ഒരു ഹെഡിങ് ആഡ് ചെയ്യാം, ഇവിടെ കണ്ടൻറ്റ് ആഡ് ചെയ്യാം, 2 ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അപ്ലോഡ്സിൽ പോവാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ സ്ലൈഡിലേക്ക് ആഡായി. ഇതെങ്ങനെ ഇതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്ന് ആണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു ഫ്രെയിമാണ്, ഇതൊരു ഇമേജ് ഫ്രെയിമാണ്. ഈ ഫോട്ടോ ഈ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്താൽ തന്നെ അത് അതിൻ്റെ അകത്തേക്ക് പോയി. ബാക്കോട്ട് പോയിട്ട് വേറൊരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിക്കാം. ഞാൻ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു, മൂവ് ചെയ്ത് ഫ്രെയിമിൻ്റെ മുകളിലേക്ക് ഇട്ടപ്പോൾ തന്നെ കണ്ടോ, അത് ആ ഫ്രെയിമിലേക്ക് മാച്ചായി. ഇനി അതിലൊരു ഭാഗം കട്ട് ചെയ്ത് പോയി അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, 2 തവണ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഫോട്ടോ ഇടത്തോട്ടും വലത്തോട്ടും മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് പുറത്തൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക, കണ്ടോ. അതേപോലെ അടുത്ത ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഈ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടാൽ തന്നെ അത് അതിൻ്റെ അകത്തേക്ക് വരും. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ എലമെൻറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് പുതിയ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോളാർ സിസ്റ്റം എൻ്റർ, ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക, സി ഓൾ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഫ്രീ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ സെലക്ട് ചെയ്തു, കണ്ടോ, ഇവിടെ ആഡായി. ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്തു, കണ്ടോ, അത് അതിൻ്റെ അകത്ത് കറക്റ്റ് ഫ്രെയിമായിട്ട് വന്നു. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഒരു ഫോട്ടോ കൂടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് ചെയ്തു, അതേപോലെ അത് മൂവ് ചെയ്തിട്ട് ഈ ഫ്രെയിമിൻ്റെ അകത്തേക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട്. ഇവിടെ ഇനി നിങ്ങൾക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം, ബാക്കിയുള്ള കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ഇനി അടുത്ത സ്ലൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡിസൈനിൽ പോവുക, ലേഔട്ടിൽ ഏതെങ്കിലും ഒരു ലേഔട്ട് ചൂസ് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലേഔട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസൈൻ. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു അടിപൊളി പ്രസൻറ്റേഷൻ ചെയ്ത് അയക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റാണ്. ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ വലിയൊരു ഉദ്ദേശം പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തത്. പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ പിന്നെ പോസ്റ്റർ ഉണ്ടാക്കാനും വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അടുത്ത പ്രൊജക്റ്റിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നേരിട്ട് ചോദിക്കാം. സീ യു സൂൺ. ലൈവ് സെഷനിൻ്റെ സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് തല തിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഹൊറിസോണ്ടൽ ഫ്ലിപ്പുണ്ട്, വെർട്ടിക്കൽ ഫ്ലിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ട്രാൻസ്പെറൻസി ഉണ്ട്. അതായത് ഒന്നിനെ ട്രാൻസ്പെറൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, അത് ഫെയ്ഡായി പോകുന്നത് കാണാം. അപ്പോൾ ഞാൻ ഇതിവിടെ കൊണ്ടുവന്നിട്ട് ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് ബേസിക്കലി ട്രാൻസ്പെറൻസി. ഓക്കെ, ഇനി ട്രാൻസിഷൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് AI വെച്ചിട്ട് എങ്ങനെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഈ ഓരോ സ്ലൈഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സർക്കിൾ കാണാം. ഞാനിവിടെ ഒരു സ്ലൈഡ് ആഡ് ചെയ്തു. 2 സ്ലൈഡിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബട്ടണാണുള്ളത്. താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ട്രാൻസിഷൻ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി ആനിമേഷൻസ് ആണ്, കണ്ടോ, ഓരോ ഡിഫറെൻറ്റ് ആനിമേഷൻസ് ആണ്. അതേപോലെ നമുക്ക് ഇവിടെ ടെംപ്ലേറ്റിൽ വന്ന ആനിമേഷൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് മൗസ് ഓരോ ഓപ്ഷൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് ട്രാൻസിഷൻ എങ്ങനെ വരുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് മാച്ച് ആൻഡ് മൂവ് എന്നുള്ള ഒരു ചൂസ് ചെയ്തു. അങ്ങനെയാണ് ട്രാൻസിഷൻസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ലൈഡിലും നല്ല അടിപൊളി ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ആനിമേറ്റഡ് ആയിട്ട് മാറും. ഇനി ഞാൻ എല്ലാ സ്ലൈഡുകളും ഡിലീറ്റ് ചെയ്യാണ്. ഇനി AI ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാം പഠിച്ചു. ഇനിയാണ് AI ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിസൈനിലേക്ക് പോവുക. ഇനി ഇവിടെ ഈ ഒരു സെർച്ച് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം ക്രിയേറ്റ് എ
5 സ്ലൈഡ് പ്രസൻറ്റേഷൻ ഓൺ എന്ന് കൊടുക്കുക. ടോപ്പിക് എഴുതാം. ഓൺ എന്താണ് ടോപ്പിക്ക്? മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ. ട്രിഗ്നോമെട്രി ഫോർ മൈ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. ടോപ്പിക്കും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഐ വാണ്ട് ടു ടീച്ച് എബൌട്ട് സൈൻ കൊസൈൻ ടാൻ. ഞാനൊരു ഉദാഹരണം കൊടുത്തതാണ്. മാത്സിലൊരു കൺസെപ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ക്യാൻവയിലുള്ള AI സ്വന്തമായിട്ട് ഒരു പ്രസൻറ്റേഷൻ 5 സ്ലൈഡ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് ഫ്രീ ലൈസൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 10 തവണ നമുക്ക് AI ഉപയോഗിക്കാനുള്ള ലൈസൻസ് വരുന്നുണ്ട്. സി ഓളിൽ ക്ലിക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 ഡിഫറെൻറ്റ് സ്റ്റൈല് പ്രസൻറ്റേഷൻ ക്യാൻവ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാൻവയുടെ AI. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്ലൈ ഓൾ 8 പേജസ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ പ്രസൻറ്റേഷനിലുള്ള എല്ലാ പേജസും ഇവിടെ വന്നു. കണ്ടോ? ഞാൻ പ്രസൻറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി അണ്ടർസ്റ്റാൻഡിങ് ആംഗിൾസ് ഈസിലി. കണ്ടോ, കണ്ടൻറ്റൊക്കെ ക്യാൻവ AI തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. തിങ്ക് അബൌട്ട് ഹൗ ട്രയാങ്കിൾ റിലേറ്റ് ടു സർക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൈനിനെ കുറിച്ചും കൊസൈനിനെ കുറിച്ചും അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എസ്കേപ്പ് അടിച്ച് ബാക്കോട്ട് പോവാണ്. അപ്പോൾ ഓരോ സ്ലൈഡ് നമ്മൾ വായിച്ച് നോക്കുക എന്തൊക്കെയാണ് കണ്ടൻറ് ഉള്ളത്. എന്നിട്ട് അതിലില്ലാത്തത് നമ്മൾ സ്വന്തമായിട്ട് മാനുവലി ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈനും കൊസൈനും വന്നിട്ടുണ്ട്, ടാനിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാം. ഇതൊരു ഉദാഹരണമാണ്. ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേറൊരു ഉദാഹരണം ട്രൈ ചെയ്ത് നോക്കാം. ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക, ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ആവും. ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ ഓൺ ജർമ്മൻ ലാംഗ്വേജ് ബേസിക്സ് ഫോർ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. എൻ്റർ അടിക്കുക. ഇപ്പോൾ ക്യാൻവയുടെ AI ലോഡ് ആവുകയാണ്. ക്യാൻവ സ്വന്തമായിട്ടൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണ്. ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ, AI തന്നെ ഒരു ഫുൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തരിക എന്നുള്ളത്. സി ഓളിൽ പോവുക. 1 2 3 4 5 6 7 8 ഡിഫറെൻറ്റ് സ്റ്റൈല് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്ലൈ ഓൾ 7 പേജസ് കൊടുക്കുക. അപ്പോൾ എല്ലാ പേജസും ഇവിടെ അവൈലബിൾ ആവും. കണ്ടോ, ഫസ്റ്റ് സ്ലൈഡിൽ വെൽക്കം ടു ജർമ്മൻ ബേസിക്സ്, ലേൺ ജർമ്മൻ, ഡിസ്കവറിങ് ജർമ്മൻ ലാംഗ്വേജ് ബേസിക്സ്. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് വായിക്കണം കേട്ടോ. ചില എലമെൻറ്റ്സൊക്കെ പെയ്ഡ് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രീ ആക്കിയിട്ട് മാറ്റുക ഈ വാട്ടർമാർക്ക് പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ജർമ്മൻ വൊക്കാബുലറി ആൻഡ് ഫ്രേസസ്, ഗ്രാമർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആഡ് ചെയ്ത കണ്ടൻറ്റ് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷെ നമുക്കൊരു നല്ലൊരു ഡിസൈൻ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി വരാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ. ഓക്കെ, ഒരു താങ്ക് യു സ്ലൈഡ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്യാൻവയിൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക. നമ്മൾ ആദ്യം മുതൽ ക്യാൻവയിൽ പ്രസൻറ്റേഷനിൽ ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്തു. എങ്ങനെ അതിൽ ഇലമെൻറ്റ്സ്, അതായത് ഗ്രാഫിക്സ്, വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ഷേപ്സ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. അതിൻ്റെ സ്കെയിൽ എങ്ങനെ മാറ്റണം, സൈസ് എങ്ങനെ മാറ്റണം, എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ഒരു ഫോട്ടോ ആഡ് ചെയ്താൽ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിച്ചു. സ്ലൈഡിൻ്റെ കളറ് എങ്ങനെ മാറ്റണം, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മൾ പിന്നെ ടെക്സ്റ്റിനെ കുറിച്ച് പഠിച്ചു. ഒരു ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യണം, അതിൻ്റെ ഫോണ്ട് എങ്ങനെ മാറ്റണം, ഫോണ്ട് സൈസ് എങ്ങനെ മാറ്റണം, കളർ എങ്ങനെ മാറ്റണം, അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെ ഫയൽസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പൊസിഷനെ കുറിച്ച് പഠിച്ചു. അതായത് ഓർഡറായിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അറേഞ്ച് ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മിഡിലോ സെൻറ്ററിലൊക്കെ അലൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ മൊബൈൽ ആപ്പിൽ എങ്ങനെ ഇമേജ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. പിന്നെ ഒരു പ്രസൻറ്റേഷൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കേട്ടോ ടൈറ്റിൽ. ഇവിടെയാണ് ടൈറ്റിൽ വരിക, ജർമ്മൻ ബേസിക്സ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് ഷെയർ ചെയ്യാം. ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി, നിങ്ങൾ കണ്ടൻറ്റ് ആഡ് ചെയ്തു, ട്രാൻസിഷൻ കൊടുത്തു. ഇനി എങ്ങനെ ഓരോ എലമെൻറ്റ്സിന് അനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സ്ലൈഡാണ്, ഇതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് അനിമേഷൻ കൊടുക്കേണ്ട എലമെൻറ്റ് സെലക്ട് ചെയ്യുക. മുകളിൽ ഇവിടെ ഈ ബട്ടണാണ് അനിമേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ
വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ കണ്ടോ, പോപ്പ് അതൊരു അനിമേഷനാണ്, വൈപ്പ് അതൊരു അനിമേഷനാണ്, ബ്ലർ ഒരു അനിമേഷനാണ്, ബ്രീത്ത് ഒരു അനിമേഷനാണ്. അങ്ങനെ നിങ്ങൾ ഓരോ സ്ലൈഡിലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അനിമേഷൻ സെലക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ അനിമേഷൻ എന്ന് കാണിക്കും. അനിമേഷൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അനിമേഷനാണോ ആഡ് ചെയ്തത് അതിവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ അനിമേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സ്ലൈഡിൽ ടെക്സ്റ്റ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തം സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കോട്ട് പോയി മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ അനിമേഷൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എലമെൻറ്റിന് പകരം പേജിലേക്ക് പോവുക. ഇവിടെ മാജിക് അനിമേറ്റ് എന്ന് കാണാം. ഇതൊരു പെയ്ഡ് ഫീച്ചറാണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ട്രൈ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, അപ്ഗ്രേഡും ചോദിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാനുവലായിട്ട് ഓരോ എലമെൻറ്റിനും ഓരോ അനിമേഷൻ കൊടുത്തിട്ട് ഭംഗിയായിട്ട് ചെയ്യുക. ഈ ഒരു പ്രൊജക്റ്റിൽ 5 സ്ലൈഡുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയാൽ മതി. മിനിമം 5 സ്ലൈഡെങ്കിലും എന്നാണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്ലൈഡുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ഇമെയിൽ വഴി സബ്മിറ്റ് ചെയ്താൽ മതി. എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇമെയിൽ അഡ്രസ്സ് ഇതാണ്, abba.learningedu@gmail.com. ഈ അഡ്രസ്സിലാണ് പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജിമെയിലിൽ പോയിട്ട് പുതിയൊരു ഇമെയിൽ കമ്പോസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രസൻറ്റേഷൻ ഫുള്ള് ഉണ്ടാക്കിയതിന് ശേഷം ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പബ്ലിക് വ്യൂ ലിങ്ക് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഈ ലിങ്ക് ഇവിടുന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ ഇവിടെ കോപ്പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇൻബോക്സിൽ പോവുക. എന്നിട്ട് ഇവിടെ ഇമെയിലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സബ്ജക്റ്റിൽ നിങ്ങളെ പേര് കൊടുക്കുക. ഇപ്പോൾ ഫാത്തിമ ടീച്ചറാണെങ്കിൽ ഫാത്തിമ കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ പ്രസൻറ്റേഷൻ കൊടുക്കുക. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് നിങ്ങളെ മൊബൈൽ നമ്പറും കൂടെ കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതായത് നിങ്ങൾ വർക്ക്ഷോപ്പിന് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച വാട്സപ്പ് നമ്പറാണ് വേണ്ടത്. ഈ അഡ്രസ്സ് abba.learningedu@gmail.com ഇവിടെ ടൈപ്പ് ചെയ്യാണ്. abba.learningedu@gmail.com. ഇങ്ങനെയാണ് എല്ലാ പ്രൊജക്റ്റുകളും സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് പോസ്റ്റർ ആയാലും വീഡിയോ ആയാലും ഒക്കെ ഇങ്ങനത്തെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെൻഡ് ചെയ്താൽ മതി. സബ്മിറ്റ് ആയിട്ടുണ്ട്.